ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കോർട്ട് റൂം, അതായത് പവർ റൂമിൻ്റെ കോർട്ട് റൂം ഇന്നുണ്ടായിരുന്നു. അതിൻ്റെ കേസ് വന്നത് ജാസ്മിൻ ജിൻഡോയോട് ടാസ്ക് ലെറ്ററൊക്കെ എടുത്തു വയ്ക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് ജിൻഡോ പറഞ്ഞു അതെൻ്റെ ഉത്തരവാദിത്തമല്ല, ഞാൻ ക്യാപ്റ്റൻ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ജാസ്മിൻ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ റസ്മി വന്നിട്ട് ജിൻഡോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളിപ്പോൾ ഡൗൺ ആണ്, അതുകൊണ്ട് 2 ദിവസത്തേക്ക് അവളെ വെറുതെ വിടണം, അവളോടൊന്നും ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചിട്ടാണ് ഞാനപ്പോൾ അവളോടൊന്നും തിരിച്ച് പറയാഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അവളെ കാലെ വാരി നിലത്തടിച്ചേനെ എന്ന് ജിൻഡോ പറഞ്ഞു. അപ്പോൾ അത് പവർ റൂമിൻ്റെ സാന്നിധ്യത്തിലാണ് പറഞ്ഞത്. പക്ഷേ പവർ റൂം അധികാരത്തിൽ വരുന്നതിന് തലേ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ജാസ്മിൻ്റെ അലിഗേഷനായിരുന്നു ഒരാൾ കാലെ വാരി നിലത്തടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഭീഷണിയാണ്, അപ്പോൾ അതിന് എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പവറും ഒരു കോർട്ട് റൂം പോലെ, അതായത് പരാതിക്കാരിക്ക് പറയാനുള്ളത് പരാതിക്കാരിക്ക് പറയാം, പിന്നെ നമ്മുടെ പ്രതിയായിട്ട് ഉള്ള ജിൻഡോയ്ക്ക് ജിൻഡോയുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാം. അതിനുശേഷം ജനാധിപത്യപരമായിട്ട് എല്ലാവരോടും ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ചോദിക്കും, ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ മെജോറിറ്റി കിട്ടുന്നത് എന്താണോ അതിനനുസരിച്ച് പവറും ഡിസിഷൻ എടുക്കും. അപ്പോൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത ആളുകൾ പറഞ്ഞത് ഇവിടെ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ട് വരെ ആർക്കും ശിക്ഷയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അപ്പോൾ അതൊരു കൊളോക്കിയലായിട്ട് എടുത്താൽ മതി, ആൾ അടിക്കുമെന്നല്ല പറഞ്ഞേ, അടിച്ചേനെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിയായിട്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ജിൻഡോനെ സപ്പോർട്ട് ചെയ്തു. ജാസ്മിനെ സപ്പോർട്ട് ചെയ്തത് ആൾക്കാർ പറഞ്ഞത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അയാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ മെജോറിറ്റി വോട്ടിങ്ങിൽ 8 പേര് ജിൻഡോനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. ജാസ്മിന് 7 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ ഭൂരിപക്ഷമായി നോക്കുമ്പോൾ ജിൻഡോയ്ക്ക് ആണ് കൂടുതൽ സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ പവറും അവിടെ പ്രഖ്യാപിച്ചു ജിൻഡോ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, നിരപരാധിയാണ്, അതുകൊണ്ട് ജിൻഡോയെ വെറുതെ വിടുന്നു. ഇനി ഈ ഒരു കാര്യം പറഞ്ഞ് ഇവിടെ തുടർ ചർച്ചകളൊന്നും പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കർശനമായ നടപടി ഉണ്ടാകും. അങ്ങനെ ജിൻഡോയെ കുറ്റവിമുക്തനായിട്ട് നമ്മുടെ പവർ ടീം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ അവിടെ നീതി കിട്ടിയില്ല. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.